അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള സഹോദരങ്ങളെ, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നവരാണ് ഇന്ന് ബഹുഭൂരിഭാഗം ആൾക്കാരും. അത് ഏത് വിഭാഗമെന്നില്ല, എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അതിലുണ്ട്. ഉസ്താദുമാരുണ്ട്, സാധാരണക്കാരുണ്ട്, മക്കൾ ചേർത്ത് പിതാക്കന്മാർ അല്ലെങ്കിൽ മാതാപിതാക്കൾ ചെയ്യുന്ന വീഡിയോസുകൾ കാണാം, ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചു നിന്നുള്ള വീഡിയോസുകൾ കാണാം, യാത്ര പോകുന്നത്, അങ്ങനെ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ട്. എന്നാൽ ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ കൊടുക്കുന്നത്, അതിൽ ജനങ്ങൾക്ക് ഒന്നുകിൽ പഠിക്കാനുണ്ടാവണം, അതല്ലെങ്കിൽ എൻജോയ്മെന്റ് ഉണ്ടാവണം. ഇതല്ലാത്ത രൂപത്തിൽ ഒരിക്കലും പാടില്ലാത്തത് പോലും ജനങ്ങളുടെ മുന്നിലേക്ക് കാണിച്ച് വീഡിയോ ചെയ്യുന്നത് വളരെ ലജ്ജാർഹമാണ്. അതിലൊന്നാണ് ഭാര്യ ഗർഭിണിയാണ് എന്നറിയിക്കാൻ പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ ആ ഒരു സാധനം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ടെസ്റ്റ് ചെയ്തതിൻ്റെ നെഗറ്റീവും പോസിറ്റീവുമാകുന്ന ആ ഒരു ഭാഗം അതിങ്ങനെ എടുത്ത് എൻ്റെ ഭാര്യ ഗർഭിണിയാണ് എന്ന് മാലോകരോട് വിളിച്ച് പറയുന്നത്. വീഡിയോസുകൾ ചെയ്യുന്നതിനോ എല്ലാത്തിനും ഇവിടെ അവകാശമുണ്ട്. എന്നാൽ രഹസ്യമായി വെക്കേണ്ടുന്നത് രഹസ്യമായി തന്നെ വെക്കണം. തൻ്റെ ഭാര്യ ഭർത്താക്കന്മാർ കുടുംബക്കാർ മാത്രം അറിയേണ്ടുന്നതായ ഒന്നിനെ ലോകത്തോട് മുഴുവൻ കാണിച്ചു കൊടുക്കുന്നത് വളരെ നീചമാണ്. അത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതില്ല. എന്നാൽ ഇതെല്ലാം അവരവരുടെ അവകാശമാണ്, ആർക്കും എന്തും ചെയ്യാം. എന്നാൽ ഇതിനെ ചെയ്യണം എന്ന് കരുതി പരിശുദ്ധമായ ദീനിനെ കുറ്റം പറയുന്നത് ശരിയല്ല. ഇസ്ലാമിൻ്റെ ആചാരങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ മുമ്പ് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇപ്പോഴില്ല, അല്ലെങ്കിൽ അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ ജനങ്ങളുടെ മുന്നിലേക്ക് എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് കരുതി ആ ഒരു കർമ്മം നിർവഹിക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇസ്ലാമിൻ്റെ തത്വത്തെ തന്നെ ജനങ്ങളോട് മോശവൽക്കരിക്കുന്നത് അത് വല്ലാതെ പേടിക്കേണ്ടുന്ന ഒന്ന് തന്നെയാണ്. ആർക്കും എങ്ങനെയും ജീവിക്കാം, അത് അവരവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഒന്നിനും പരിശുദ്ധമായ ദീനിനെ കരുവാക്കരുത്. ഇസ്ലാം നിർകർഷിക്കുന്നതായ കാര്യങ്ങൾ അത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അവരവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഏതൊരു കാര്യത്തിനും ഇസ്ലാം എന്ന പവിത്രമായ സംവിധാനത്തെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് കോമാളിത്തരമാക്കുന്നതും കുറ്റങ്ങൾ പറഞ്ഞു നടക്കുന്നതും മോശമായി ചിത്രീകരിക്കുന്നതും എത്ര വേദനാജനകമാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതില്ല. തെറ്റുകളെല്ലാം പൊറുക്കപ്പെടും. പക്ഷേ ഷിർക്ക്, അതുപോലെ പരിശുദ്ധമായ ദീനിനെ കളവാക്കുക, ഇത് പൊറുക്കപ്പെടാത്ത തെറ്റാണ്. സൂക്ഷിക്കണം. നാക്കുപിഴ കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് വലിയ കാര്യമാണ്. നാഥൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ.